പല ആളുകൾക്കും ആ കൂട്ടത്തിൽ ഇത് നമുക്ക് തിരക്കടില്ലല്ലോ എന്ന് തോന്നും. ഇത് 28 വയസ്സായ ഹംക്കാവും 4 കുട്ടികളും ഒക്കെ ഉണ്ടാവും ചെയ്യും. അല്ല, നിങ്ങൾ ചിന്തിക്കുക, ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പടിഞ്ഞാറിന്റെ ഒരു രീതിയാണ്. ആ രൂപത്തിന് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് നിയമങ്ങളില്ലല്ലോ, അവർക്കൊരു നിയമമില്ല, അവർക്ക് നിയന്ത്രണങ്ങളില്ല. ഉറപ്പല്ല നിയന്ത്രണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മെസ്സി അർജന്റീന പൊട്ടിയുടെ പിന്നാലെ നേരത്തെ എന്താ ചെയ്തത്? വ്യഭിചരിക്കാൻ പോണ ചിത്രങ്ങൾ ലോക മാധ്യമങ്ങൾ അച്ചടിച്ചു. കാമുകിയുടെ പിന്നാലെ ഇന്നാലിന്ന ദ്വീപിൽ ഒഴിവുകാലം സമയം ചെലവഴിക്കാൻ വേണ്ടി മെസ്സി യാത്ര പോകുന്ന ചിത്രം പത്രത്തിൽ കണ്ടത് ഇപ്പോഴും എൻ്റെ കണ്ണെന്ന് അതിന്റെ പൊടി പോയിട്ടില്ല. നിങ്ങൾ ഓർമ്മയിട്ടുണ്ടാവില്ല, ധനങ്ങളെ മഹാനായ ആളല്ലേ മെസ്സി. മെസ്സിയെ മനസ്സിലായില്ലേ? മെസ്സി അർജന്റീന തോറ്റു, ജയിച്ചിട്ട് നമ്മായിട്ട് തരം കളിക്കാൻ തിരക്കടില്ല. തോറ്റേന്റെ ലാഭവും വ്യഭിചാരം, ജയിച്ചതിന്റെ ലാഭവും വ്യഭിചാരം. അങ്ങനെയാണ്. ജയിച്ചാൽ എന്താ ചെയ്യാ? വ്യഭിചരിക്കുക. തോറ്റാൽ എന്താ ചെയ്യാ? അതന്നെ ചെയ്യാ. അന്നെ നോർമല്ലേ, കാമുകിയോട് കൂടെ വിശ്രമവേള വിനിയോഗിക്കാൻ വേണ്ടി മെസ്സി പോകുന്ന ചിത്രം. മെസ്സിയെ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് നല്ല മനുഷ്യന്മാരൊക്കെ ആണല്ലോ, നിങ്ങൾ തന്നെ മനസ്സിലാവില്ലല്ലോ. അർജന്റീനയുടെ പടക്കുതിര എന്ന് പറയുന്ന മെസ്സി 1000 മെസ്സിക്ക് അരക്കക്ക അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു. അങ്ങനെയാണ്. ഇവിടെ ഈ എന്താ പറയാ, ഇവിടെ ഈ പിന്നെ പന്തിനകാവുണ്ട് പോകുന്നിടത്ത് ഒരു ബോർഡ് ഞാൻ പണ്ടുള്ള സമയത്ത് കണ്ടു. പട്ടി പറ്റത് 12 കാര്യമില്ല, പുലി പറ്റത് 1 മതി. അങ്ങനെയാണ് ഒരു പരസ്യം, ഒരു വാക്ക്, ഒരു ഫുട്ബോൾ കളിയുടെ വലിയ ഒരു അർജന്റീനയുടെ മറ്റൊരു വലിയ ബോർഡ് വെച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു കമന്റ് എഴുതി വെച്ചിട്ടുണ്ട്, പട്ടി പറ്റത് 12 കാര്യമില്ല, പുലി പറ്റത് 1 മതി. ഒക്കെ പൊട്ടി. പക്ഷെ പൊട്ടിയിട്ട് എന്നെ ചെയ്തത് മെസ്സി എന്ന ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാന്ത്രികൻ എന്ന് പറയുന്ന മെസ്സി ലീഡ് ചെയ്ത അയാൾ ക്യാപ്റ്റനായ ആ ടീം ചരിത്രത്തിൽ തുല്യതല്ലാതെ പൊട്ടി പെരുമ്പൊട്ടൽ പൊട്ടി, ആകെ പൊട്ടിപ്പോയി. ആകെ തിരിച്ചടിക്കാൻ കഴിയാത്ത 4 ഗോളുകൾ കൊണ്ട് പൊട്ടി തകർന്ന് പാളീസായി. മെസ്സിയുടെ ആണിയായികൾ നാട്ടിലുള്ളവരെ മുഴുവൻ ഭ്രാന്തന്മാരെ പോലെ അടിച്ചു. തൃശ്ശൂരിൽ നിന്ന് വയറ് കഴിഞ്ഞ് വരെയായിരുന്നു ഞാൻ, എൻ്റെ വണ്ടിക്ക് അടിച്ചു, കോറ്റിപ്പുറത്തിട്ട് അടിച്ചു, മാപ്പിളച്ചക്കന്മാരടിച്ചു. ഞാൻ വണ്ടി തുറന്ന് ആരടാന്ന് ചോദിച്ചാൽ എനിക്ക് വണ്ടി ഉറപ്പാണ്. ഞാൻ ചോദിച്ചില്ല. എന്റെ കാരണം മെസ്സി പൊട്ടി. ഇതുകൊണ്ട് കണ്ണ് കണ്ടോരെ മുഴുവൻ അടിച്ചു. മെസ്സിക്ക് എന്താ പണി? വിറ്റന്നെ വ്യഭിചരിക്കാൻ പോവുക. വ്യഭിചരിക്കാൻ സ്വകാര്യത്തിൽ ഒരാൾ പോവുകയാണെങ്കിൽ അത് അവന്റെ കാര്യം വിചാരിക്കുക. ലോക മാധ്യമങ്ങളാ കാമുകിയോടുകൂടെ, അങ്ങനെയാ, കാമുകിയോടുകൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ വേണ്ടി വിശ്രമവേള വിനിയോഗിക്കാൻ പോകുന്ന ഏതൊരു ഹവാന ബീച്ചിലേക്ക് പോകുന്ന മെസ്സിയുടെ ചിത്രം ലോക മാധ്യമങ്ങൾ ഫ്രണ്ട് പടമായി അച്ചടിച്ചു കൊണ്ടുവന്നു. അതാണ് ഇന്നത്തെ പുതിയ ലോകം. ഒരു കാരണവശാലും ഒരു നിരീശ്വരവാദി പെണ്ണിനെയോ ഒരു മുശ്രിക്കത്തായ പെണ്ണിനെയോ ഒരു മുസ്ലിം കല്യാണം കഴിക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കുക, നിരീശ്വരവാദികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റുകളായ പല പെണ്ണുങ്ങൾ നിരീശ്വരവാദ താല്പര്യമുള്ളവരാണ്. ഒന്നിരിക്കൽ മുശ്രിക്കത്തായിരിക്കും, അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ പെണ്ണുങ്ങൾ നിരീശ്വരവാദികളായിരിക്കും. ആ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല. വ്യക്തവും സ്പഷ്ടവുമായ ഖുർആന്റെ പ്രഖ്യാപനം അൽ-ബഖറ 221. ഞാൻ എന്താ ഇങ്ങനെ പറയുന്നറിയോ? ഈ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പരസ്യമായി തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊക്കെ ആവാം എന്നൊരു രീതി നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അങ്ങനെ ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ വലാ അമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക വലൗ അഅജബതുകും ولا تنكحوا المشركين حتى يؤمنوا ولا عبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين الله لكم آياته للناس لعلهم يتذكرون. അവര് മുഅ്മിനുകളായി തീരുന്നത് വരെ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല. ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ നസ്സുൽ ഖുർആൻ എതിര് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് നസ്സുൽ ഖുർആനാണ്.
വല അമത്തുൻ മുഅ്മിന, ഒരു മുഅ്മിനത്തായ അടിമ പെണ്ണാണ് ഖൈറും മിൻ മുശ്രിക, ഒരു മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. ഒരു അടിമ പെണ്ണിനെ കെട്ടലായിരിക്കും. ഒരു നിങ്ങൾ വിചാരിക്കുന്ന തറവാട്ടുകാരിയോ പണക്കാരത്തിയോ അല്ലെങ്കിൽ കുമാരിയോ മന്ത്രികുമാരിയോ ആയ ഒരു പെണ്ണിനെ, ഒരു മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മുസ്ലിമത്തായ അടിമയെ കല്യാണം കഴിക്കലാണെന്ന് വിശുദ്ധ ഖുർആൻ. വലൗ അഅജബതുക്കും, ആ പെണ്ണുങ്ങളുടെ സൗന്ദര്യവും കേളിയും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാൽ പോലും ചെയ്യരുത്. വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഹത്താ യുഅ്മിനു, അവർ ഈമാനുള്ളവരാകുന്നത് വരെ. വലാ അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ, ഒരു അടിമക്കുട്ടിക്ക് ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കലാണ്. നിങ്ങളുടെ തറവാട്ടുകാരിയായ മകളെ എന്ന് പറയുന്ന മകളെ ഒരു അടിമ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കലാണ് ഒരു മുശ്രിക്കിന് കല്യാണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. ഉലായിക്ക, ആ വിഭാഗം യദ്ഉന ഇലന്നാരി, നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ആധുനിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാരി അൽ മുസിറ അലാ ശുയൂഇയ്യതിഹ, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കമ്മ്യൂണിസ്റ്റുകാരി അല്ലത്തി تؤمن بالفلسفة المادية وتزعم أن الدين أفيون الشعوب, മതം മനുഷ്യനും മയക്കുന്ന കറുപ്പാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി പെണ്ണുങ്ങൾ മുശ്രിക്കത്തിന്റെ അതേ സാധ്യതയിലാണ് ഉള്ളത്. ആധുനിക പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ മുതവല്ലി ഷഅറാവിയെ പോലെയുള്ള മഹത്തുക്കൾ 20-ാം നൂറ്റാണ്ടിൽ വന്ന ലോക പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് മുതവല്ലി ഷഅറാവി. അവരെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. പടിഞ്ഞാറിന്റെ ആ വസ്വാസിൽ പെട്ടുപോകരുത്. അവർ നമ്മെ അടിമുടി തകർക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഉപകരണങ്ങൾ തന്നെയും നമ്മുടെ വിഭവങ്ങൾ തന്നെയും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരെ അതിനെ അവരുടെ ചാക്കിലാക്കിയിട്ട് നമുക്ക് വിൽക്കുന്ന പരിപാടിയാണ്. ഇന്ന് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന അഡിഡാസിന്റെ വസ്ത്രങ്ങൾ, ഒരു ഉദാഹരണം, അഡിഡാസിന്റെ വസ്ത്രങ്ങൾ വാങ്ങാൻ എല്ലാവർക്കും താല്പര്യ. അതോ ഇന്ത്യൻ പരുത്തിയ അമേരിക്കയെ കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ സഞ്ചിയിലാക്കി അയച്ച് അഡിഡാസ് എന്ന് പേര് വെച്ചാൽ അത് അഡിഡാസിന്റെ വസ്ത്രമായി. സത്യത്തിൽ അത് ഇന്ത്യൻ പരുത്തിയാവുമ്പോൾ അതിന് വില കൊടുക്കൂല. അമേരിക്കൻ അഡിഡാസ് എന്ന് അടിച്ചു വന്നാൽ അത് നമ്മൾ വലിയ വില കൊടുക്കും. തൊട്ടടുത്ത വീട്ടിലെ അവറാൻകുട്ടിയുടെയും ആലിക്കുട്ടിയുടെയും വീട്ടു വളപ്പിലെ ചായപ്പൊടിയാ. ആ ചായപ്പൊടി എടുത്തിട്ട് അത് കൽക്കത്ത വഴി കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് ആ നേരെ ഇംഗ്ലണ്ട് കൊണ്ടുപോയിട്ട് നമ്മളെ ചായപ്പൊടി നമുക്ക് വിൽക്കും. ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറയും പോലെ നമ്മളെ സാധനം അവർ വാങ്ങിക്കൊണ്ടേ അവരെ ലേബൽ ഒട്ടിച്ചിട്ട് നമുക്ക് വിൽക്കാണ്. നമ്മളെ അവർ ലോകത്തെ ഏറ്റവും വലിയ പോഴത്തക്കാരാക്കി മാറ്റുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വളരെ വിഷയങ്ങൾ കുറച്ചിട്ടുണ്ട്. ഇടയിൽ പറയേണ്ട ഒരു കാര്യം, പടിഞ്ഞാറിന്റെ ഒരു പുതുശീലം അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നത് ബൊഫേ ഭക്ഷണ രീതികളാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ രീതി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം അതിലേക്ക് പറയുന്നു. അതായത് ഒരു പാത്രത്തിൽ എങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഹാളിലൂടെ നടന്ന് തിന്നുന്ന രീതി പടിഞ്ഞാറൻ രീതിയാണ്. ഇംഗ്ലീഷ് രീതിയാണ്, പടിഞ്ഞാറൻ രീതിയാണ്. ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്, ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ഒരു വലിയ രീതി, ഒരു ചെറിയ ഒരു ഹാളിലേക്ക് ഒരു കല്യാണത്തിന് വിളിക്കുക, ഇത്തരം ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഇല്ലാന്ന് പാണ് അതിന്റെ ഉടമസ്ഥൻ പറയാം. ഇന്ന് അത്തരം ആളെ വിളിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? ഒരാൾ അയാളുടെ ചോയ്സ് അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്തു, തെറ്റല്ല, ആയിക്കോട്ടെ, അതൊരു തെറ്റല്ല, അതൊക്കെ പരമാവധി ഒഴിവാക്കലാ വേണ്ടത്, അതും തെറ്റല്ല എന്ന് പറയാം. അതായത് ഒരു ഗാലറിയിലൊക്കെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വന്നു, ഇറച്ചി, മീന്, അവന്റെ ചോയ്സ് അനുസരിച്ച് തിരഞ്ഞെടുത്ത് തെറ്റല്ല. പക്ഷെ അത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇരുന്ന് കഴിക്കാൻ ഒരു ആളിൽ സൗകര്യം ഇല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ പങ്കെടുക്കരുത്. ഇന്നത്തെ നമ്മുടെ ബൊഫേ സിസ്റ്റം വളരെ മോശപ്പെട്ടതാണ്. നമ്മുടെ വിവാഹങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറുകയാണ്. ഈ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സദ്യ കൊടുത്തിട്ട് ഒരു കല്യാണം കഴിച്ചാൽ ആ കുടുംബത്തിൽ എങ്ങനെ സ്വാലിഹ് ഉണ്ടാവൂ? എന്താ നിങ്ങളിപ്പോൾ അറിയുന്നത്? അതിൻ്റെ പേര് ജനങ്ങൾക്ക് കൊടുത്തതിൽ പോലും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ളൂ, ആർക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ച മുഹമ്മദ് നബി കല്യാണത്തിന് എന്ന സദ്യക്ക് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെ പിന്നെ എന്നാവുക? ലിതുഖ്രിജന്നാസ, ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് മുഹമ്മദ് നബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് മർമ്മാണ്. ഒരു കാരണവശാലും ഇന്നത്തെ നമ്മുടെ ബൊഫേ സിസ്റ്റം നല്ലതല്ല, അത് ഇംഗ്ലീഷ് രീതിയാണ്. അത് പടിഞ്ഞാറിനെ നമ്മൾ വിഴുങ്ങിയതാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് നമ്മളെ വിഴുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പടിഞ്ഞാറ് നമ്മളെ ചതിക്കുന്ന രീതി ആത്മാവില്ലാത്ത ശൈലിയാണ് അവരുടേത്. അവർ മെറ്റീരിയലിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും ഒരൊറ്റ നാണയത്തിന്റെ ഒരു പുറം തന്നെയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ, ഈ സമയം കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വിലപ്പെട്ട വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്.